ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് സ്നേഹ, അങ്കമാലി എന്നാണ് വരുന്നത്. ഞാൻ BSc നേഴ്സാണ്. ഞാൻ പലതവണ OET എക്സാം എഴുതി, 8 തവണ OET എക്സാം എഴുതി, പക്ഷെ പാസ്സാവാനായിട്ട് സാധിച്ചില്ല. പരിശുദ്ധ അമ്മയോടുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയും അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കൾ വഴി കൃപാസനത്തെപ്പറ്റി അറിയാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇവിടെ വന്ന് 2019 ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും പഠിക്കുകയും അതോടൊപ്പം പരിശുദ്ധ അമ്മയോടുള്ള പറ്റുന്ന സമയങ്ങളിലൊക്കെ ദിവ്യബലിയിൽ പങ്കെടുക്കാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനും ശ്രമിച്ചിരുന്നു. അങ്ങനെ വീണ്ടും എക്സാം ഡേറ്റ് എടുത്തു. പരിശുദ്ധ അമ്മയുടെ ഈ കാശുരൂപം ടേബിളിൻ്റെ മുമ്പിൽ ഒരു സൈഡിൽ ഞാൻ വെച്ച് എക്സാം എഴുതി. എക്സാം ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും ഞാൻ അമ്മയോട് വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് വന്ന് എക്സാം പാസ്സായി. പരിശുദ്ധ അമ്മയോട് 1000 നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങൾ UK ജോലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡും, ഞങ്ങൾ 2 പേരും നേഴ്സാണ്. അങ്ങനെ ഞങ്ങൾ 2 പേർക്കും OET എക്സാം ലഭിച്ച് ഞങ്ങൾ 2 പേരും UK വേണ്ടി വിസയുടെ കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ജോലി ലഭിക്കുകയും അവിടെ ഞങ്ങൾക്കിപ്പോൾ 4 വർഷത്തോളം ജോലി ചെയ്യാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയോട് ഉള്ള പ്രാർത്ഥനയും ഈ കാശുരൂപവും നിരന്തരം കയ്യിലുണ്ടാകുക, എവിടെ പോകുമ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മകന് അവിടെ വിൻ്റർ സമയം വരുന്ന സമയത്ത് അവന് ശ്വാസമുട്ട് പോലെ വരുമായിരുന്നു. അവന് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആ ഒരു ടൈമിൽ മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ UK നിന്ന് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഹസ്ബൻഡിന് വീണ്ടും മാതാവിനോട് ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഹസ്ബൻഡ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടി. ഞങ്ങൾക്ക് അവിടേക്കുള്ള കാര്യങ്ങൾ പതിയെ പ്രോസസ്സിംഗ് ആയി തുടങ്ങി. അതിനുശേഷം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലാസ്റ്റ് മന്തായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഓസ്ട്രേലിയ PR-ൻ്റെ കാര്യങ്ങൾ ശരിയായി. ഇന്നലെ ആയിരുന്നു എൻ്റെ ഓസ്ട്രേലിയയുടെ ഇൻ്റർവ്യൂ. 2 ഇൻ്റർവ്യൂസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഞാൻ കൈവിടിഞ്ഞില്ല. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ള വചനവും പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസവും ഈശോയോടുള്ള വിശ്വാസവും, ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈ കാശുരൂപവും കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അരമണിക്കൂറോളം നീണ്ടു നിന്ന ഇൻ്റർവ്യൂ ആയിരുന്നു. ഇന്ന് രാവിലെ 5:30 എനിക്ക് മെയിൽ വന്നു, ആ ഇൻ്റർവ്യൂ സെലക്ഷനായി. ഞങ്ങൾക്ക് ഓസ്ട്രേലിയക്കുള്ള വിസ കാര്യങ്ങളെല്ലാം 1 മന്ത് മുമ്പ് തന്നെ വന്നിരുന്നു. എൻ്റെ ജോലിക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ നാളെ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവുകയാണ്. ഞങ്ങൾ ഫാമിലി, എൻ്റെ 2 മക്കൾ, ഹസ്ബൻഡ്, ഞാൻ. അങ്ങനെ നാളെ വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതെല്ലാം സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ കൃപ കൊണ്ട് മാത്രമാണ്. ഒരിക്കലും പരിശ്രമം, അതിലുപരി കഴിവ് കൊണ്ട് മാത്രമല്ല, അതിലുപരി ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്താൻ സാധിച്ചതും. അമ്മയുടെ തിരുമുമ്പിൽ വന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് അമ്മ എന്നെ തിരഞ്ഞെടുത്തതും അതിന് 1000 നന്ദി. ഈ സാക്ഷ്യം പറയാൻ വൈകിയതിൽ പരിശുദ്ധ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. ഇനിയും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹം തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ ബ്രദറിന്, അവനൊരു നല്ല ജോലിക്ക് വേണ്ടിയിട്ട് കാനഡയിൽ അപ്ലൈ ചെയ്തിരുന്നു. 7 വർഷമായിട്ട് അവൻ നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അവൻ്റെ ആവശ്യം, അവൻ്റെ നിയോഗങ്ങൾ ഇവിടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൻ കാനഡയിൽ പോർട്ടർ എയർലൈൻസിൽ അവന് ക്യാബിൻ ക്രൂവായിട്ട് ജോലി ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായത്. ആ വിശ്വാസം ഇന്ന് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും. ഈ നിമിഷം എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ മനസ്സിൽ അത്രയും സന്തോഷമുണ്ട്. സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല ഇത്രയും തിരക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേ നിയോഗമെന്ന് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മ ഇവിടെ നിർത്തി സാക്ഷ്യം പറയിപ്പിച്ചു. ഒത്തിരി നന്ദി അമ്മയ്ക്കും പരിശുദ്ധ അമ്മയോട്. 1000 നന്ദി. താങ്ക് യു.
7 or 8 തവണ OIT എഴുതിയ ഒരു സഹോദരിയാണ്. അതിനുശേഷമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതും OIT ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നത്. നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്. അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കൃപയിലാണ് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു ദൈവത്തിൻ്റെ ഒരു കൃപ നിറയുമ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുക. ഇപ്പോൾ ഇവിടെ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്, നാളെ കുടുംബമായിട്ട് പോവുകയാണ്. ഓരോ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നന്മകൾക്ക് കർത്താവിന് കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം നമുക്ക് നന്ദി മാത്രമേ കൊടുക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് തരുന്ന നന്മകൾക്ക് നന്ദി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്നുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മളാൽ കഴിയുന്നവർക്കൊക്കെ നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം. അത് എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അവിടെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വലിയൊരു കൃപ ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. നിങ്ങളിവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയാലും അവിടെയും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരുപാട് പേരെ പറയുവാനും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഒരുപാട് പേര് ഒരുക്കുവാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കണം. പത്രത്തിൽ ഈ ഒരു കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ ക്രമീകരിച്ചതിനും നിങ്ങളെല്ലാ കാര്യങ്ങളും നന്മയാക്കി പരിണമിപ്പിച്ചതിനും ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.